അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അതെ, ഇന്നലെ ഞാനൊരു 70 വയസ്സുള്ള ഒരു സ്ത്രീ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയതിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ അല്ലേ? അപ്പോൾ വന്നൊരു കമൻറ്റാണ് കേട്ടോ നമ്മുടെ വീഡിയോക്ക്. സക്കീർ എം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐഡിയയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. 26 വർഷമായി ഞാനും കാത്തിരിക്കുന്നു, എനിക്കും ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ്. അതെ, ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുകയാണ് 26 വർഷത്തോളം. എന്താലേ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രാർത്ഥന സ്വീകരിക്കട്ടെ. അതെ, അവരുടെ ആരോഗ്യമെല്ലാം നഷ്ടപ്പെടുന്നതിന് മുമ്പ് തന്നെ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. അതെ, കുഞ്ഞില്ലാത്തതിൻ്റെ വേദന അത് അനുഭവിച്ചവർക്ക് അറിയുള്ളൂ. എന്തൊക്കെ തന്നെയാലും ഇൻഷാ അല്ലാ നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം കേട്ടോ. പിന്നെ പലരും പറയുന്നുണ്ട് സൗദി എന്തിനാ വില്ലത്തിയാക്കിയതെന്ന്. അങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാനത് പറഞ്ഞത്. അതെ, വളരെയധികം പാവപ്പെട്ട രീതിയിൽ കഴിഞ്ഞിരുന്നൊരു പെണ്ണിന് നല്ല രീതിയിൽ ഒരു ജീവിതം കൊടുത്തപ്പോൾ അവൾ ആകെ അങ്ങ് മാറി മറിഞ്ഞു. അവളങ്ങ് അഹങ്കരിച്ചു. അല്ലെങ്കിലും പണം കൂടിക്കഴിയുമ്പോൾ ചില ആളുകളിൽ ഉണ്ടാകുന്നൊരു സ്വഭാവമാണിത്. പഴയതെല്ലാം മറക്കും. അതെ, വന്ന വഴി മറക്കരുത് എന്നാണല്ലോ. അതിനെക്കുറിച്ചൊരു ചരിത്രം തന്നെ നമ്മുടെ ഉസ്താദ് പറഞ്ഞിരുന്നല്ലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. 3 പേര്, അതെ, 3 പേരുടെ കഥ. അവർക്ക് അള്ളാഹു ആദ്യം ഒരുപാട് പട്ടിണിയും കാര്യങ്ങളൊക്കെ കൊടുക്കും. പിന്നീട് മലക്കിനെ പറഞ്ഞയച്ച് അവർക്ക് വേണ്ട സ്വത്തും സമ്പത്തും എല്ലാം കൊടുക്കും. പിന്നീട് അവർ 2 പേര് പടച്ച റബ്ബിനെ മറന്നു. അതിൽ ഒരാൾ മാത്രം, കണ്ണ് കാണാത്ത ആൾ മാത്രം പടച്ച റബ്ബിനെ മറന്നില്ല. അതുകൊണ്ട് അതിൻ്റെ അനുഗ്രഹം നിലനിർത്തി മറ്റുള്ളവരത് പോവുകയും ചെയ്തു. അങ്ങനെ നമുക്ക് പാഠം ഉള്ളൊരു കഥ, ചരിത്രം മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ചരിത്രമായിരുന്നല്ലോ അത്. ഞാൻ അന്നിട്ട് ഉസ്താദിൻ്റെ ഇതിൽ പറഞ്ഞിരുന്നല്ലോ ഞാൻ. അപ്പോൾ നമ്മുടെ സൗദയുടെ സ്ഥിതി ഏകദേശം, സൗദ എന്നുള്ളത് മാത്രമല്ല, പലരും നമ്മുടെ മക്കളെ നന്നാക്കേണ്ടത് നമ്മുടെ ഉമ്മമാരാണ്. ഉമ്മമാർ മക്കൾക്ക് കല്യാണം കഴിച്ച് പോകുമ്പോൾ പറഞ്ഞു കൊടുക്കണം, പൊന്നു മോളെ നല്ല രീതിയിൽ ക്ഷമിച്ച് ജീവിക്കണം, നമുക്ക് നല്ല ഇത് അള്ളാഹു നൽകിയതാണ്. ഒരിക്കൽ പോലും ഭർത്താവിനോടായാലും ഭർത്താവിൻ്റെ ഉമ്മയോടും തർക്കുത്തരം പറയുകയോ അവരെ വേദനിപ്പിക്കുകയോ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉമ്മമാരിങ്ങനെ നല്ല ഉപദേശങ്ങൾ കൊടുക്കണം. അതെ, പക്ഷെ ചില ഉമ്മമാർ പറയും അതിനൊന്നും നിൽക്കണ്ട, ഓരോന്ന് കാട്ടി കൊടുക്കാൻ നിൽക്കണ്ട, ഈ മറ്റുള്ളവരെ കുട്ടികളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് എൻ്റെ തടി കേടെടുത്തണ്ട, എൻ്റെ തീ നോക്കിക്കോണ്ടി, അങ്ങനെ പറഞ്ഞു കൊടുക്കണം ഉമ്മമാരും ഉണ്ടാവും. എന്തൊക്കെ തന്നെയാലും നമ്മുടെ സൗദിയുടെ ഉമ്മയുടെ ഭാഗത്താണ് തെറ്റെന്നാണ് നമുക്കിവിടെ ചെറുതായിട്ട് കാണാൻ കഴിയുന്നത്. എന്തായാലും നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. സന്തോഷത്തോടെ അതാ അവരെല്ലാവരും ഫുഡ് കഴിച്ചു. എന്നാൽ നുസൈബയോട് ഉമ്മ പറഞ്ഞു, മോൾ ഷാമോ കൊണ്ടാക്കി തരൂട്ടോ അങ്ങോട്ട്. ഉമ്മ, അത് സത്യം പറഞ്ഞാൽ നുസൈബയ്ക്ക് പോകാൻ കൊതിയൊന്നും ഇല്ലായിരുന്നു. അവൾക്ക് ഷാമോൻ്റെ കൂടെ തന്നെ ജീവിക്കാനാണ് ഇഷ്ടം. പക്ഷേ മോളെ, ഒക്കെ ശരി തന്നെയാണ്. നീ അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിലേക്കൊക്കെ ഇറങ്ങേണ്ടി വരും. പിന്നെ ആരെങ്കിലും ഒരു പണിക്കാരത്തി പെണ്ണിനെ നീ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പം പിടിച്ച് അറിയില്ല. അപ്പം എൻ്റെ മോള് തൽക്കാലം കുറച്ച് ദിവസം പോയി നിൽക്കി, ഒരു 60 വരെയെങ്കിലും നിൽക്കി. അത് കഴിഞ്ഞിട്ട് കുട്ടിക്ക് ഇങ്ങോട്ട് പോരാ കേട്ടോ. എൻ്റെ തടി വിചാരിച്ചിട്ടാണ് ഞാൻ, വേറെ ഒന്നുമല്ല. എനിക്കിപ്പോൾ എനിക്കൊന്നുമില്ല. പക്ഷേ മോളെ, നമ്മളെ തടിൻ്റെ ഖലീഫായും പോവാന്ന് എൻ്റെ ഇമ്മ എന്നോട് പറഞ്ഞത്. എൻ്റെ വല്യമ്മാൻ്റെ കാലത്ത് തന്നെ ഉള്ളൊരു വർത്താനാണ്. നമ്മളെ തടി കുറച്ച് കാക്കണം. ഇപ്പോൾ ഈ പ്രസവത്തിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ അങ്ങനെ 90 ആകണേ വരെ നമ്മുടെ ശരീരം എന്നാൽ 10 മാസത്തോളം പല രീതിയിലാണ്. അതിന് ഹൃദയത്തിനും ഓരോ അവയവങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ടാവും. അത് പഴയ രീതിയിലാണെന്നുണ്ടെങ്കിൽ 90 ദിവസം അതിൻ്റെ കണക്കാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ. അല്ലാതെ അതിന് മുമ്പ് നമ്മൾ ഓരോന്ന് കാട്ടിക്കൂട്ടിയാലേ നമുക്ക് അവിടെ വേദന ഇവിടെ വേദന, പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല മോളെ. അതാണ് പറയണത്. സത്യം പറഞ്ഞാൽ നുസൈബക്ക് അതാ വീട്ടിലേക്ക് പോകാനൊന്നും താല്പര്യമില്ലായിരുന്നു. പിന്നെ ഉമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ പോകുകയല്ലാതെ രക്ഷയില്ലല്ലോ എന്നും കരുതി. ഷമ്മാസേ, മോനെ. ആ ഉമ്മ, മോനെ നുസൈബാനം കൊണ്ടാക്കി വാ കേട്ടോ, എന്നിട്ട് നമുക്ക് ഒരുമിച്ചാണ് പോവാം. ഉമ്മ, അത് ഇനിയിപ്പോൾ വേണോ? കഴിഞ്ഞില്ലേ, പ്രസവം കഴിഞ്ഞില്ലേ? എൻ്റെ പൊന്നു മോനെ, നിനക്കത് പറഞ്ഞാൽ മതി. ഓൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഓളെന്നെ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ആരും ഉണ്ടാവില്ല. ഉമ്മാൻ്റെ മോന്ന് കൊണ്ടാക്കി പോരി, ചെല്ലി. എന്നാൽ ഐഷു ഉമ്മമ്മയോട്, ഉമ്മമ്മ കുഞ്ഞാവയെ കൊണ്ടാക്കുകയാണോ? മോളെ കൊണ്ടായിക്കോട്ടെ, ഇനി മോൾ ഇവിടെ താമസിച്ചോട്ടോ, നല്ല മോളായിട്ട് ഉമ്മമ്മ ഇടയ്ക്കിടയ്ക്ക് വരണ്ട കേട്ടോ. എന്നാലും ഉമ്മച്ചി ഉപ്പച്ചി ഒരുമിച്ചായല്ലോ. ആ അതെ മോളെ, മോൾക്ക് അതല്ല സന്തോഷം. കുഞ്ഞാവ പോയാൽ ഞാനങ്ങോട്ടില്ല. ആ കുഞ്ഞാവിനെ കണ്ടിട്ട് ഓൾ പോകുന്നതാണ്.
പിന്നെ ഇതാ ചെറിയൊരു കുഞ്ഞിക്കാക്കയും കുഞ്ഞിത്താത്തയൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അവരിവിടെ നിന്നോട്ടെ ഉമ്മമ്മ. അതെ, സൗദിയുടെ അടുത്തേക്ക് പോകാൻ ഐഷുവിന് വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഉമ്മമ്മ അവരിവിടെ നിന്നോട്ടെ. എന്നാൽ അത് കേട്ടുകൊണ്ട് സമീർ അങ്ങോട്ട് വന്നു. ഉമ്മ ശരിയാണ്, ഐഷുവിന് കളിക്കാനെ അവരൊരു കൂട്ടായും ചെയ്തോളും. ഉമ്മ അവരിവിടെ നിന്നോട്ടുമ്മ. പൊന്നു മോളെ ഈ എന്തേ പറയണത്? എനിക്കെല്ലാവരും കൂടെ ഒന്നും വേണ്ട, ഓലവിടെ നിന്നോട്ടെ, പിന്നെ ആരും ഉണ്ടാവില്ല, എനിക്ക് ഞാൻ ഒറ്റപ്പെടൂലേ. ഉമ്മ ഇവിടെ നിന്നോളി. സ്നേഹത്തോടെ സമീറ അത് പറയുന്നു. എന്നാൽ ഈ സമയം നുസൈബ അപ്പോഴേക്കും പർദ്ദയും ഹിജാബും അണിഞ്ഞു കുഞ്ഞിനെ മാറ്റിക്കൊടുത്തു. കുഞ്ഞിനെ അതാ അവർ കൊണ്ടുപോകുന്നു. ഉമ്മ എന്നാ പോയിട്ട് വരാം. ഐഷു ദയനീയമായി അത് നോക്കി. മോള് കരയണ്ട കേട്ടോ, മോൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇപ്പം അടുത്തൊരു കുഞ്ഞാവനെ പഠിച്ചോന്ന് തരും കേട്ടോ. നല്ല ഉമ്മമ്മ. അങ്ങനെ അതാ അവരെല്ലാവരും കൂടി നുസൈബയെ യാത്ര അയക്കുകയാണ്. നുസൈബയും കുഞ്ഞു പോയി കഴിഞ്ഞാൽ ഉമ്മക്ക് അല്പം സമാധാനമുണ്ട്. പഠിച്ചോനെ, അല്ലെങ്കിൽ പിന്നെന്താന്നോ അതാ അടുക്കളയിൽ കിടന്നാണ് നിരങ്ങലേക്കാരം. അങ്ങനെ അതാ ഉമ്മയോട് പറഞ്ഞു. ഉമ്മ എന്നാ പോയിട്ട് വരാട്ടോ. എന്നാ ശരി, അസ്സലാമു അലൈക്കും. അതെ, അവൾ നോക്കി നിൽക്കുന്നു. ആ കുഞ്ഞു പോയപ്പോൾ സത്യം പറഞ്ഞ സമീറക്കും സങ്കടമായി. ഉമ്മ നുസി പോയപ്പോൾ സങ്കടമാകല്ലേ ആ കുഞ്ഞിനൊക്കെ. മോളെ കുറച്ച് കഴിയട്ടെ, കുറച്ചവിടെ നിൽക്കട്ടെ, എന്നിട്ടോള് വന്നാൽ മതി. അല്ലാ ഉമ്മ. അവർ പോയതിന് ശേഷം അതാ സമീർ ഉമ്മയോട് പറയുന്നു. ഉമ്മ ഇവിടെ നിന്നോളുമ്മ, ഇവിടെ റൂമൊക്കെ ഉണ്ടല്ലോ, 3 ബെഡ്റൂം ഉണ്ട് ഉമ്മ, നല്ല സുഖമാണ്. പിന്നെ നമ്മളെ വീട്ടിലത്തെ പോലത്തെ പണിയും കാര്യങ്ങളും അതും ഇല്ലമ്മ. ഉമ്മ ഇവിടെ നിന്നോളി കുറച്ച് ദിവസം. മോളെ ഞാൻ പോട്ടെ, ഓളിപ്പോൾ വന്നതല്ലേ, പേരിനിപ്പോൾ ഞാൻ ഗർഭിണിയല്ലേ, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞാൻ ഇട്ടെറിഞ്ഞ് പോയാൽ ഇനിയിപ്പോൾ അതിനും വലിയ തിരക്കേക്കാരം. ഏതായാലും പഠിച്ചോൻ കാക്കട്ടെ. അങ്ങനെ ഏതാ ഉമ്മ പറഞ്ഞു. മോളെ എന്നാൽ ഞങ്ങൾ ഇറങ്ങാൻ നോക്കട്ടെ, ഷാമോൻ അവളെ കൊണ്ടാക്കി വരട്ടെ ഏതായാലും. അപ്പോത്തിന് ഞങ്ങളും. ഉമ്മ അപ്പം തന്നെ പോകണ്ടമ്മ, നവാസ്കാക്ക് നേരം വൈകുന്നുണ്ടാവുമോ? പിന്നെ ഞാൻ സൗദത്താക്കുള്ള കുറച്ച് ചോറൊക്കെ റെഡിയാക്കട്ടെ കേട്ടോ. മോളെ അതിനിപ്പോൾ അതിനകത്തുണ്ട്. ഉമ്മ ഉണ്ട്, ഞാൻ അങ്ങോട്ട് കൊടുത്തേക്കാൻ നിൽക്കുമായിരുന്നു. അതെ, ഞാൻ അങ്ങോട്ട് കൊടുത്തേക്കാൻ നിന്നത് തന്നെയായിരുന്നു ചോറ്. മോളെ ഇത് പിന്നെ നിൽക്കണ്ടട്ടെ, രാവിലെ ഇത്രയും ആൾക്കാർക്ക് ചായയും കടിയും, ഉച്ചക്ക് എല്ലാവർക്കുള്ള ചോറ്. ഉമ്മ എല്ലാ സാധനങ്ങളും നിങ്ങൾ തന്നെ ഇവിടെ കൊടുന്ന് സ്റ്റോർ റൂമിൽ നിറച്ചേക്കണില്ലേ? അത് അരിയായിട്ടും പച്ചക്കറി ആയിട്ടും ബീഫും ചിക്കനും എല്ലാം നിറച്ച് വെച്ചിട്ട് പിന്നെ എന്താ ഉമ്മ ഫ്രീസറിലൊക്കെ നോക്കി അതൊക്കെ എപ്പോൾ. ഉമ്മ അതൊന്നും കുഴപ്പമില്ല, അതിനൊക്കെ ഞാൻ വെച്ച് കൊടുന്നോളാം. ഉമ്മ ഒന്നും കൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട. ഇനിയിപ്പോൾ സൗദത്തെ കിച്ചണിലേക്ക് ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഒരു പക്ഷേ. അതെ, അത് പ്രഗ്നൻസി ടൈമൊക്കെ അല്ലേ, സാരല്ല. ഫുഡ് ഞാൻ കൊടുത്തയച്ചോളാം കേട്ടോ, 3 നേരത്തെ ഫുഡ് ഞാൻ കൊടുത്തയച്ചോളാം, അതൊരു വിഷയമേ അല്ല കേട്ടോ. രാവിലെ ചായയും കടി ഞാൻ ഉണ്ടാക്കി കൊടുത്തേക്കാം, ഉച്ചക്കുള്ള ചോറും പിന്നെ രാത്രിയേക്കുള്ള ഫുഡും കൊടുത്തേക്കാം കേട്ടോ. പിന്നെ ഈവനിങ്ങിന് വൈകുന്നേരത്തിന് എന്ത് പൊന്നു മോളജ് മുണ്ടാതെന്നാ അവിടെ ഇതൊന്നും മുണ്ടാതെന്നാ. എന്താ ഇതൊക്കെ നടക്കണ കാര്യമാണ്. ആ വലിയ കുടുംബത്തൊക്കെ ഈ കണ്ട ആൾക്കാർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തേക്ക്. ഉമ്മ എൻ്റെ മനസ്സൊന്ന് അറിയണം. ഞാൻ അത്രക്കും എനിക്ക് ഇഷ്ടമാണ് കുക്ക് ചെയ്യാനൊക്കെ എനിക്കുമ്മ. പിന്നെ ഇഷ്ടംപോലെ സാധനം ഉണ്ടല്ലോ. ഞാനും പിന്നെ ഐഷുവിൻ്റെ ഉപ്പച്ചിയും ഞങ്ങൾ എത്ര വെച്ചിട്ടാണ് തിന്നുക. ഞങ്ങൾ എന്തെങ്കിലും വെക്കണ്ടേ, വെക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെക്കാന്നല്ലേ ഉള്ളൂ കേട്ടോ ഉമ്മ. എനിക്കതിന് സമ്മതം തരണം. എൻ്റെ പൊന്നു മോളെ ഞാൻ നിൽക്കല്ലേ ഇപ്പോൾ, കാരണം അത് ശീലമായി പോവും. ഒന്നും നടക്കണ കാര്യമല്ല മോളെ. 1 ദിവസം 2 ദിവസം അപ്പോൾ അത് ഉമ്മ ഞാൻ ഉമ്മൻ്റെ മോളെപ്പോലെയാണ് കരുതുന്നത്. ഞാൻ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്, ഞാൻ കൊണ്ടുവന്നതിനും. പക്ഷെ ഉമ്മ എൻ്റെ പൊന്നാര പെണ്ണെ ജൈനും നിൽക്കല്ലേ. എനിക്ക് സന്തോഷമാണ് ഉമ്മ, എനിക്ക് എൻ്റെ ഉമ്മാൻ്റെ അടുത്തേക്കല്ലേ. എനിക്ക് ഉമ്മയൊന്നും ഇല്ലല്ലോ, എനിക്ക് കൂടെപ്പിറപ്പുകളില്ലല്ലോ. ഉമ്മ നിങ്ങൾ എൻ്റെ കൂടെപ്പിറപ്പുകളെ പോലെ തന്നെയാണ് ഞാൻ നവാസ്ഖാനും ഷാമോനൊക്കെ കാണുന്നതൊക്കെ എൻ്റെ ആങ്ങളാരല്ലേ ഉമ്മ. അതിൻ്റെ റബ്ബേ പഠിച്ചവനെ. സമീറയുടെ ആ സ്നേഹവും കരുതലും ഉമ്മയുടെ കണ്ണിൽ വെള്ളം നിറയിച്ചു മോളെ. എന്നാൽ അപ്പോഴേക്കും അതാ സമീറ സൗദക്കുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം ആക്കി പായസം ഒരു പാത്രത്തിലെടുത്തു, ബിരിയാണി ഒന്നിൽ, ചിക്കൻ ഒന്നിൽ, സാലഡ്, തൈര് അങ്ങനെയൊക്കെ എടുത്തു. നല്ല രീതിയിൽ അവൾ അതെല്ലാം ഒരു വലിയ സഞ്ചിയിലിട്ട് കൊടുത്തു. ഉമ്മ ആ സഞ്ചി കണ്ടപ്പോൾ ഒന്ന് ചിരിച്ച് പറഞ്ഞു, എൻ്റെ പൊന്നാര പെണ്ണേ ഈ ഒരു സഞ്ചി ഏതായാലും ഇപ്പം മുതലയിക്കണ് അല്ലേ. എൻ്റെ പൊന്നാര ഒന്നും വേണ്ടില്ലേനു. അല്ലുമ്മ ഇത്താക്ക് പോന്നാൽ മതിയായിരുന്നു, ഇന്ന് സന്തോഷമായിരുന്നല്ലോ. മോനെ നവാസേ
ആ ഉമ്മ, എൻ്റെ പൊന്നാരെ എങ്ങോട്ട് കണ്ടില്ലേ, സൗദക്കുള്ള ചോറൊക്കെ ഇതുപോലെ ആക്കി വെച്ചിരിക്കണ്. എന്താ ഉമ്മ, ചോറിൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു. അത് ഞാൻ പറഞ്ഞിരുന്നില്ല അവൾക്ക് വെച്ച് വിളമ്പി തിന്നാനൊക്കെ. കയ്യായൊന്നുമില്ലല്ലോ, അകത്ത് എല്ലാ സൗകര്യമുണ്ട്, എല്ലാ സാധനങ്ങളുണ്ട്, അരിയുണ്ട്, ഗ്യാസ് ഉണ്ട്, വെള്ളമുണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ ഇപ്പം എന്താ വെക്കണിന്, അതൊന്നും ശരിയാവില്ലമ്മ. അല്ല, അത് കൊണ്ടേക്കോളി നവാസ്ക, ഇത്താക്ക് കൊടുക്കിട്ടോ, പൂതിയൊക്കെ ഉണ്ടാവുമല്ലോ, പായസമുണ്ട്, കുടിച്ചോട്ടെ. അതെ, സമീറയുടെ ആ ഒരു വാക്ക് കേട്ട് നവാസും തന്നെ വല്ലാത്തൊരു സന്തോഷമായി. അങ്ങനെ അത് ഫുഡും കാര്യങ്ങളും ഒക്കെ ശരിയാക്കി. എൻ്റെ ക്ഷാമവും വന്നക്കണേ, നമ്മളാണെങ്കിൽ ഒരു വണ്ടി എടുത്തല്ലേ പോകുന്നത്, വലിയ വണ്ടി. ഇനിയിപ്പോൾ ഏതായാലും കൊണ്ടാക്കി വരട്ടെ. കുറച്ച് സമയം അവിടെയൊക്കെ സംസാരിച്ചിരുന്നു. എന്നാൽ നവാസ് ഉസ്താദിനോട് ചോദിച്ചു, അല്ല ഉസ്താദേ, നല്ല ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞാൻ 1-2 എപ്പിസോഡ് കേട്ടുട്ടോ, ലിങ്ക് ഷാമോൻ തന്നിരുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഉസ്താദ് ഇത്രയധികം പ്രഭാഷണം പറയുന്ന ആളാണെന്ന് ഞാൻ അറിഞ്ഞതേ ഇല്ല കേട്ടോ, സത്യമായിട്ടും. അതെ, ഓരോ വാക്കുകൾ ഉസ്താദേ, അതൊക്കെ ശരിക്കും മനുഷ്യന്മാർക്ക് പാഠമാവേണ്ട കാര്യം തന്നെയല്ലേ. അങ്ങനെയൊന്നുമില്ല, നല്ലതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അടുത്ത് നിന്ന് വന്നു പോയ തെറ്റുകുറ്റങ്ങളായാലും ഇനി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഒക്കെ പടച്ച റബ്ബിന് നമ്മൾ പൊറുക്കലിനെ തേടുക. പിന്നെ നമ്മൾ നല്ല കുറച്ച് കാലത്ത് ജീവിതത്തിലുള്ളൊരു അവസ്ഥ, കുറഞ്ഞ കാല ജീവിതമുള്ളൂ. ആ ഒരു ജീവിതത്തിൽ നമ്മൾ തെറ്റുകുറ്റം ചെയ്യാതെ ജീവിക്കുക എന്നുള്ളതല്ലേ. അതുകൊണ്ട് എൻ്റെ ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ ഞാൻ ക്ലാസ് എടുക്കുന്നതാണ്. കാരണം നമ്മളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പഠിച്ച റബ്ബിന് വല്ലാത്തൊരു ഇതായിരിക്കും. കാരണം നമുക്ക് എല്ലാ സൗകര്യങ്ങളൊക്കെ പഠിച്ചും തന്നിട്ട് നമ്മൾ നന്ദി കാണിക്കാതെ നന്ദികേട് കാണിച്ചാൽ അള്ളാഹുവിന് അത് വല്ലാത്തൊരു ഇതല്ലേ. അപ്പോൾ നമ്മളെപ്പോഴും അള്ളാഹുവിൻ്റെ തൃപ്തിപ്പെട്ട അടിമകളായിരിക്കണം, നന്ദി കാണിക്കണം. അതാണ് ഏറ്റവും വലിയത്. ഉസ്താദ് ശരി തന്നെയാണ്. ഈ പ്രാവശ്യത്തെ ക്ലാസ്സിന് ഞാനും ഉണ്ടാവും കേട്ടോ. എനിക്കും കേൾക്കാൻ വല്ലാത്ത കൊതിയുണ്ട് നേരിട്ട്. ഇൻഷാ അല്ലാ വരിട്ടോ, എന്തൊക്കെ തന്നെയായാലും. അങ്ങനെ അത് അല്പസമയം കഴിഞ്ഞപ്പോൾ ഷാമോന് തിരിച്ചു വരുന്നു. എൻ്റെ കുട്ടി എത്തിയോ, ഉമ്മ മാറ്റിയോ? ഉമ്മ നിസ്കരിക്കട്ടെ എന്ന് വിചാരിച്ചു കാണ്ടേ ഒന്ന്. ഉമ്മക്ക് എപ്പോഴും നിസ്കാരാണല്ലോ അല്ലേ. അതിനെന്താ, പടച്ച റബ്ബിനെ എപ്പോഴും നമ്മൾ സ്മരിക്കുന്നത് നല്ലതാണ്. പടച്ച റബ്ബിനെ നമ്മൾ ഓർക്കുക. എപ്പോഴും സുന്നത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്നാൽ അള്ളാഹു നമ്മളിലേക്ക് അടുക്കും. അതെ, നമ്മൾ അള്ളാഹുവിലേക്ക് അടുത്താൽ അങ്ങനെയാണല്ലോ. എന്തായാലും മോളെ സെമിയെ, ഉമ്മ അള്ളാഹ് മാറ്റിയോ? ഇല്ല ഉമ്മ, ഞാൻ ഇട്ടരാ തരി. ഉമ്മക്ക് ആ സൽഫി മൊക്കിനെയും ആ ഒരു ഹിജാബും അവൾ ശരിക്കും ഇട്ട് കൊടുക്കുന്നു. ഉമ്മ ഇത് തിരിച്ചു പോയിട്ടുണ്ട്. അല്ലമ്മ, മുടി വാർന്നില്ലേ? ഇങ്ങോട്ട് കാട്ടിക്കാണേ. പഠിച്ചോനെ, മുടിയൊക്കെ വാരാതെ അച്ചൽക്ക് മൊക്കിനിട്ട് പോവുക. അവൾ ചീർപ്പെടുത്തുകൊണ്ട് ഉമ്മയുടെ മുടി എന്നും വാരുന്ന പോലെ വാർന്ന് കെട്ടിക്കൊടുക്കുന്നു. പൊന്നാരെ, ഇപ്പം മുടിയൊന്നും ഇല്ലടിയൊക്കെ പോയി, നല്ലോണം ഉണ്ടേനോ, ചന്തിൻ്റെ കുറേ താഴത്തേക്കേനു. എന്നിട്ട് എൻ്റെ ഷാമോനെ എൻ്റെ മക്കളൊക്കെ പെറ്റെടുക്കണമെന്ന് ഒത്താച്ചി പറയും. എൻ്റെ പൊന്നാരെ, ഈ മുടി 2-3 ഇങ്ങനെ കൈകൊണ്ട് കോർത്ത് പിടിച്ചാലും നീളം നിലത്തട്ടുകയാണല്ലോ എന്ന് പറയും. അങ്ങനേനു നല്ലോ ഉള്ളും ബലമൊക്കെ ഉണ്ടേനു. പിന്നെന്ന് വെച്ചാൽ എൻ്റെ വല്യമ്മ ഓരോ എണ്ണ ഇതൊക്കെ തേച്ച് കാണ്ടേ എനിക്ക് നല്ലോ ഇങ്ങനെ മുടിയൊക്കെ നല്ലോ നോക്കിന്. ഇപ്പം പിന്നെ വല്ലാതെ നോക്കില്ല. ഉമ്മ, നിങ്ങളെ മുടിക്ക് ഇപ്പോഴും നീളുണ്ടല്ലോ. ചെറിയൊരു വെള്ളി നിരകളൊക്കെ ഉണ്ട് എന്ന് മാത്രം. ഒന്ന് മൈലാഞ്ചി, നാളെ എനിക്ക് മൈലാഞ്ചി ഇട്ടെന്നില്ലേ ഞാൻ. അതേപോലെ ഒന്ന് ഇട്ടുതരണം. ഒന്ന് മൈലാഞ്ചി എനിക്ക് അരച്ചങ്ങാണ് തലക്ക് കണ്ട് ഇട്ട് തന്നപ്പോഴേ എന്താ തലക്ക് തണുപ്പ് എന്നോ. വല്ലാത്ത സുഖോ. അതിങ്ങനെ അതുമല്ല, മൈലാഞ്ചി അരച്ച് എനിക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് തന്നപ്പോഴേ വല്ലാത്തൊരു, ഞാൻ അങ്ങനെ ദോയൊന്നും ചെയ്ത് പഠിച്ചോനെ എൻ്റെ കുട്ടിയുടെ കൈകളിൽ സ്വർഗത്തിലാക്കല്ലാന്ന്. അത്രക്കും എൻ്റെ തലയും മുടക്ക് ആര് തൊടണം, എപ്പോഴും ഒന്ന് തൊട്ടോളും എന്നല്ലാതെ അതൊരു സുഖമാണ്. തലമ്മക്ക് ഇങ്ങനെ ഒരാൾ കജ്ജി വെക്കാണ്ടായാൽ തന്നെ വല്ലാത്തൊരു സുഖമാണ്. എൻ്റെ പൊന്നാരെ, എന്താണിത്, തലയിൽ കടിച്ചിട്ടുണ്ടടി. ഉമ്മ ഒന്നുമില്ല, നിങ്ങളെ തലയിൽ നല്ല വൃത്തിയുള്ള തലയാണ്, കണ്ടില്ലേ? എൻ്റെ പെണ്ണേ, പിന്നെ എന്തി അരിച്ചണടി, ഇനി താരൻ എന്തേ ഉണ്ടാന്നാവും? താരനൊന്നുമില്ലമ്മ, നിങ്ങൾ എന്തെങ്കിലും ഇനി ചൂട് എന്തേ അരക്കായിരിക്കും, ഒരു കുഴപ്പമില്ല. മാഷാ അല്ലാ, എൻ്റെ മുടിൻ്റെ അടിഭാഗം ഒന്ന് കുറച്ച് വെട്ടിത്തറ്റേ, നല്ലോണം അടിക്ക് തൂങ്ങിക്കുന്നുണ്ട്. പൊന്നാര പെണ്ണെ, ഇനിയിപ്പോൾ അതിനൊന്നും നേരമില്ല. ഒരു കാലത്ത് മുടിയൊക്കെ നല്ലോണം വെട്ടിയൊക്കെ നടന്നീന്. ഇപ്പം പിന്നെ ഇനിയിപ്പോൾ ഈ നരച്ച മുടി കുറേ വെട്ടിയിട്ട് വലിയ കാര്യം. ഉമ്മ അതിന് മാത്രം ധരിച്ചിട്ടില്ല, ഇത് ഇവിടെ തലഭാഗത്തേ ധരിച്ചിട്ടുള്ളൂ, ബാക്കൊന്നും നേരെയില്ല. ഉമ്മ കാണുന്നില്ലല്ലോ. എൻ്റെ പൊന്നാരിൻ്റെ മുടിയൊക്കെ വെട്ടിയിട്ട് ആര് കാണാടി. എൻ്റെ ഷാമോൻ്റെ ഒപ്പച്ച് ഉണ്ട്, കുഴപ്പമില്ല.
എന്നാൽ പിന്നെ മൂപ്പരെങ്കിലും ഒന്ന് കണ്ടോ, അതും ഇല്ലല്ലോ. അത് കേട്ടപ്പോൾ സെമീറ ഒന്ന് ചിരിച്ച്, എൻ്റെ ഉമ്മാൻ്റെ ഒരു തമാശ. ഷാമോൻ്റെ ഉപ്പച്ചി ഉള്ള കാലത്തൊക്കെ നല്ല സുന്ദരിയായി കണ്ടിട്ടുണ്ടാവില്ലേ? പിന്നെ ഷാമോൻ്റെ ഉപ്പച്ചിക്ക് ഇതൊന്നും പറ്റൂലേനേ. അന്നത്തെ കാലത്ത് പിന്നെ ഈ പർദ്ദയില്ലേനോ. എന്നും ഞാൻ സാരി എടുക്കണം, സാരി എടുക്കണം തന്നെ മൂപ്പർക്ക് തൃപ്തിയുള്ളൂ. അങ്ങനെ ഈ സാരി എടുത്ത് കണ്ട് തന്നെയാണ് ഞാൻ എന്താ ഉംറക്ക് വരെ ഞാൻ സാരി എടുത്ത് പോയിനു. പിന്നെ അവിടെ അന്നത്തെ കാലത്ത് എന്ന് വെച്ചാൽ ഈ പർദ്ദയൊക്കെ അവിടെ പണ്ടേ ഉണ്ട്, നമ്മളിവിടെ ഒന്നും അതില്ലല്ലോ. ആ ഒരു സാരി തന്നെയാണ് ഞാൻ ഇട്ടീൻ്റെ. എന്നാലും മുടിയൊക്കെ എമ്പാടും പുറത്തൊക്കെ കണ്ടേ പഠിച്ചവൻ പുറത്ത് തരട്ടെ. അന്നത്തെ കാലത്ത് ഇപ്പോൾ നല്ല ഹാഫ് കയ്യും എൻ്റെ നവാസിനെടുത്തിരിക്കണൊരു ഫോട്ടോ ഉണ്ട്. മുടിയൊക്കെ ഇത്ര പോലെ മുന്നിലും കുറേ മുടിയാണ്, ബാക്കിലും മുടിയാണ്. അങ്ങനെ സാരിത്തലൊക്കെ ഇട്ട് കുറേ നടന്നതിന് പഠിച്ചവൻ പുറത്ത് തരട്ടെ. അന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെയാണല്ലോ. ഏതായാലും പഠിച്ചോനെ പിന്നെ അല്ലമ്മ ഈ ക്ലാസ്സും ഇതൊക്കെ കേട്ട് നന്നായത്. പഠിച്ചോൻ പുറത്ത് തരട്ടെ. അതന്നെ, അറിവില്ലാത്ത കാലത്ത് അങ്ങനെയൊക്കെ നടന്നു. പഠിച്ചോനെ ഉമ്മ നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങളൊക്കെ ഇപ്പം എത്ര നല്ല രീതിയിൽ ഉമ്മാൻ്റെ സ്വതൊക്കെ തന്നെ പോരെ ഉമ്മാൻ്റെ ദോഷങ്ങളൊക്കെ പൊറുക്കാൻ. അതേ ഇടി കുഞ്ഞെ, അതേ പൂതിയുള്ളൂ, കിട്ടണൊക്കെ ആർക്കെങ്കിലും കൊടുക്കണമെന്ന്. ഇപ്പോൾ ആ ഒരു ചിന്തയേ ഉള്ളൂ മനസ്സിക്ക്. പടച്ചറബ് സ്വീകരിക്കട്ടെ. ഉമ്മ റെഡിയല്ലേ? പെട്ടെന്ന് ഷമ്മാസ് അങ്ങോട്ട് വന്നു. ആഹാ, ഉമ്മയെ സുന്ദരിയാക്കി വിടുകയാണല്ലേ. എൻ്റെ കുട്ടി ഉണ്ടാകുമ്പോഴെങ്കിലും എൻ്റെ തലയിലൊക്കെ ഒന്ന് തൊടാനേ. ഇന്നാളിപ്പോൾ കുറേ മൈലാഞ്ചി എനിക്ക് അരച്ച് തലമ്മലിട്ടെന്നേനു. ഇപ്പം അതൊക്കെ പൊയ്ക്കണ്. ഇനി ഓളെ കൊണ്ട് ഒന്നും കൂടി ഇടിയിപ്പിച്ചണം. എൻ്റെ ഉമ്മ ആയിക്കോട്ടെ, ഇത്ര നല്ല മൈലാഞ്ചിയൊക്കെ അരച്ച് ഇങ്ങ് ഇട്ട് തരും അല്ലേ? ഷാമോനെ ആയിക്കോട്ടെ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ വരണ്ട അങ്ങോട്ട് കേട്ടോ. പെട്ടെന്ന് ഉസ്താദിനോട് ഷമ്മാസ്, ഹലോ ഉസ്താദ്, എപ്പോഴും ഹണിമൂൺ? എങ്ങോട്ടാ? ഷാമോനെ പോണം. അതെ, ഈ ആഴ്ച തന്നെ പോകണം, അല്ലെങ്കിൽ ശരിയാവില്ല. ഒരുപാട് നീട്ടിയിരുന്നത് ശരിയല്ലല്ലോ. ഉസ്താദേ എങ്ങോട്ടാ? നല്ല തണുപ്പുള്ള സ്ഥലമൊക്കെ തിരഞ്ഞെടുത്തോലിട്ടോ. ഷാമോനെ ആയിക്കോട്ടെ, ഇൻഷാ അല്ലാ. എന്താ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചാണ് പോയാലോ? എൻ്റെ പൊന്നാര ഉസ്താദേ, ഹണിമൂണിന് സാധാരണ ഭാര്യയും ഭർത്താവും മാത്രമല്ല പോലെ എല്ലാ കുടുംബസമേതം പോവോ? എനിക്ക് കുടുംബസമേതമാണ് ഇഷ്ടം ഷാമോനെ. എല്ലാവരും വേണം, എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. ആയിക്കോട്ടെ, മാഷാ അല്ലാ, നടക്കട്ടെ. പിന്നെ ഉസ്താദ് ഐഷുവിനെ കൊണ്ടോട്ടെ? പെട്ടെന്ന് ഉസ്താദ് പറഞ്ഞു. ഷാമോനെ ഇനിയിപ്പോൾ വാവ പോയില്ലേ, അതെ കുഞ്ഞു പോയില്ലേ, അപ്പോൾ പിന്നെ ഇനി പിന്നാക്ക ഇൻഷാ അല്ലാ. അവളിപ്പോൾ ഒന്ന് ഇവിടെ നിൽക്കട്ടെ, ഇവിടെ നിന്ന് ശീലമാണല്ലോ അല്ലേ? ഐഷു ഉണ്ടാകുമ്പോൾ ഓരോന്ന് സംസാരിച്ചും കൊണ്ടാണേ. അപ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണത്, അതാ പറഞ്ഞത്. ഇൻഷാ അല്ലാ ഇനി എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങളോട് വരാം. അല്ല ഉസ്താദ് എപ്പോഴാണ് മോണ്? എൻ്റെ പൊന്നു ഷമ്മാസേ, വല്ലാത്തൊരു അല്ലേ, ഞാൻ ചോദിച്ചു എന്ന് മാത്രം, ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഉസ്താദിൻ്റെ പുറത്ത് പതുക്കെ തട്ടിക്കൊണ്ട് ഷമ്മാസ് പറഞ്ഞു. എന്നാൽ നവാസ് ഉമ്മ എന്നാൽ പോവല്ലേ? മോനെ എന്നാൽ പോക. സെമീറ ഉമ്മയുടെ മുടിയൊക്കെ നന്നായിട്ട് വാർന്ന് മുടഞ്ഞിട്ട് കെട്ടി ശരിക്കും മൊക്കനെ ഹിജാബൊക്കെ അവൾ ഇട്ട് കൊടുത്തു. ഉമ്മ പോയിട്ട് വരിട്ടോ. അതെ, ഐഷും അവളെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഉമ്മാൻ്റെ മോളെ പോലത്തെ ഒരു മോളെ പഠിച്ചവനക്ക് തന്നല്ലോ, അതന്നെ വലിയത് കേട്ടോ. ഇത് ബിരിയാണി എടുക്കുക. അല്ലാ നവാസെ മോനെ അതാ വണ്ടി കണ്ട് വെച്ചാളാ. അങ്ങനെ അതാ നവാസിൻ്റെ മക്കളും ഒക്കെ പോകുന്നു. ശരിക്കും സമീറയുടെ അടുത്തുനിന്ന് പോയപ്പോൾ ആ മക്കൾക്കൊക്കെ വല്ലാത്ത സങ്കടം ഉണ്ടാവുന്നത്. അതാ ആ പൊന്നും മോളുടെ മുടിയെല്ലാം വാർന്ന് കെട്ടിക്കൊടുത്ത് നല്ല രീതിയിലാക്കിയിട്ടാണ് പറഞ്ഞയച്ചത്. ഇടയ്ക്കിടയ്ക്ക് കാണാൻ വന്നിട്ടോ. അതെ, ആ മക്കൾ സമീറയ്ക്ക് ചുംബനങ്ങൾ നൽകിയിട്ടാണ് അവർ പോയത്. സത്യം പറഞ്ഞാൽ അവർ പോകുമ്പോൾ സമീയുടെ മനസ്സിൽ വല്ലാത്ത വിഷമമുണ്ടായിരുന്നു. ഉമ്മ വീണ്ടും തിരിഞ്ഞു നോക്കി. ഉമ്മ പോയിക്കോളി മോളെ, പിന്നെ കാര്യങ്ങളൊക്കെ നല്ല മട്ടത്തിൽ തന്നെ ആയിക്കോട്ടെ. പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക എല്ലാ കാര്യത്തിലും. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് എന്ത് ചോദിച്ചാലും നമുക്ക് തരും എന്നാണ്. പടച്ചവനോട് നല്ലോണം ചോദിക്കുക. അള്ളാഹു പെട്ടെന്ന് നല്ലൊരു വാർത്ത കേൾക്കുന്ന രീതിയിലാക്കി തരട്ടെ. ആമീൻ. എന്നാൽ പോട്ടെ മോളെ. ആയിക്കോട്ടെ. എന്നാൽ മോനെ പോട്ടെ. ആയിക്കോട്ടെ ഉമ്മ, ഇൻഷാ അല്ലാ. ഏതായാലും ഇപ്പോൾ ചിലവിന് അങ്ങോട്ടൊന്നും വരുന്നില്ലല്ലോ. നിങ്ങളിപ്പോൾ ഇങ്ങോട്ടാണല്ലോ ചിലവിനൊക്കെ വരുന്നത്. ഞങ്ങൾ അല്ലേ, നിങ്ങൾ അങ്ങോട്ട് വരൽ നിർത്തിയപ്പോൾ എൻ്റെ പൊന്നാര ഉസ്താദേ ആ ദുആ അങ്ങ് കിട്ടണില്ല കേട്ടോ. മറ്റേ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞോണ്ട് ഞങ്ങളൊരു ദുആ ഉണ്ടാവുമല്ലോ, ഒക്കെ നിങ്ങൾക്ക് പോയില്ലേ.
എൻ്റെ പൊന്നും ഉമ്മ, നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാത്ത ദിവസങ്ങളില്ല. സത്യമായിട്ടും ഞങ്ങൾക്ക് ഇത്രയധികം സുഖവും സന്തോഷമൊക്കെ നൽകിയത് ഉമ്മ നിങ്ങളല്ലേ, അതുകൊണ്ട് നമുക്ക് സന്തോഷമേ ഉള്ളൂ. അങ്ങനെ അവരെല്ലാവരും അതാ യാത്ര പോകുന്നു. സമീറ അത് നോക്കി നിൽക്കുന്നു. അവർ ലിഫ്റ്റിനിറങ്ങി താഴെ വണ്ടി എടുക്കുന്നു. സമീറ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ സമീറയുടെ പിന്നിൽ നിന്ന് ഉസ്താദ് അതാ അറിയാതെ അങ്ങ് പിടിച്ചു. ഓ എന്താ ഇത്? ഓ ഞാൻ പേടിച്ചു പോയിട്ടോ. എന്താ എൻ്റെ പെണ്ണിനെ നിങ്ങൾക്ക് പിടിക്കാൻ പാടില്ലേ? അല്ല എന്നാലും എന്താ പോയി കഴിഞ്ഞില്ലേ? ആ അവരതാ പോകുന്നു. ഓ എൻ്റെ പെണ്ണേ, എന്തായാലും നീ കടപ്പാടുള്ള പെണ്ണ് തന്നെയാണ്. അതെ, നീ നല്ല രീതിയിൽ നന്ദി പ്രകടിപ്പിക്കുന്നവളാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം നിനക്ക് അവർ ഔദാര്യം നൽകിയപ്പോൾ നീ അവർക്ക് സ്നേഹം വാരിക്കോരി നൽകുന്നു. മാഷാ അല്ലാ, എന്നും ഇത് വേണട്ടെ, നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ല. ഇല്ല ഉസ്താദേ, സത്യമായിട്ടും. അങ്ങനെ അതാ അവർ പോകുന്നു നേരെ. മോനെ സൗദക്ക് ഞാൻ എന്തേ വാങ്ങണ? ഉമ്മ എല്ലാം അതിലുണ്ടല്ലോ, എന്ത് വാങ്ങാൻ? ഓളെ വിളിച്ചതല്ലേ, വരാൻ ഞാൻ ഇപ്പം എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ട് കാര്യമില്ല. നവാസും അല്പം വാശിയിൽ തന്നെയായിരുന്നു. മറ്റവളെ തന്നെ ഒരുപാട് കൊഞ്ചിച്ചങ്ങ് വഷളാക്കി. ഇനി അതില്ല, ഈ നന്നാവുന്നവർ നന്നാവട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ അതാ അവർ നേരെ പുത്തൻവീട് തറവാട്ടിലേക്ക് എത്തുന്നു. എന്നാൽ പുത്തൻവീട് തറവാട്ടിലെത്തിയപ്പോൾ അവരുടെ വണ്ടിൻ്റെ ശബ്ദം കേട്ടിട്ടോ ആളുകളുടെ കുട്ടികളുടെ ഒച്ചപ്പാട് കേട്ടിട്ടോ ആരും ഇറങ്ങി വന്നില്ല. അതെ, മുകളിൽ നിന്ന് സൗദ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അവൾ ഒന്നുകൂടി ഉറക്കം നടിച്ച് ഉറങ്ങിയോ എന്തോ അറിയില്ല. വന്നോ ശല്യങ്ങൾ? കുറച്ചവിടെ നിൽക്കട്ടെ പുറത്ത്, അല്ലെങ്കിൽ ശരിയാവില്ല. എന്താന്നില്ലേ? ഓ വല്ലാത്തൊരു ശല്യമായില്ലത്. ഒരു സമാധാനത്തിൽ എടുക്കാനും സമ്മതിക്കൂല. അവൾ നേരെ അതാ ഇറങ്ങി വന്നു. വാതിൽ തുറന്ന് ഉമ്മയുടെ മുഖത്തേക്കൊന്നും പോലും നോക്കാതെ അവൾ തിരിഞ്ഞു നടന്നു. മക്കൾ അതെ ഉമ്മച്ചി എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പോലും അവൾ അത് മൈൻഡ് ചെയ്തില്ല. അവൾ നേരെ മുകളിലേക്ക് കയറിപ്പോയി. സൗദയുടെ ആ സ്വഭാവം അതെല്ലാവർക്കും ശരിക്കും പെട്ടെന്ന് മനസ്സിലായി. സൗദ, നിനക്കുള്ള ഫുഡ് അത് കഴിച്ചോ? നവാസ് പറഞ്ഞു. ഫുഡെന്ന് കേട്ടപ്പോൾ അവൾ വീണ്ടും തിരിച്ചിറങ്ങി. ദാ നിനക്ക് സമീറത്ത് കൊടുത്തേച്ച നല്ല ബിരിയാണി ഉണ്ട്, പായസമുണ്ട്. അവൾ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. പെട്ടെന്ന് അതാ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അവൾ നന്നായിട്ട് ചോറും കഴിക്കുകയാണ്. പെട്ടെന്നാണ് അതാ നവാസിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. ഹലോ, ആ ഇത് സൗദൻ്റെ അമ്മയാണ്. ആ ഉമ്മ, എന്തൊക്കെ എന്തായി വീട് വർക്കൊക്കെ? അത് പറയാനെന്നല്ല ഞാൻ വിളിച്ചത്. നിങ്ങൾ ചെയ്തത് ശരിയാണോ? എനിക്കൊന്ന് രണ്ട് വർത്താനങ്ങളോട് പറയാണ്ട്. നിങ്ങൾ ചെയ്തത് ശരിയാണോ? എൻ്റെ ഗർഭിണിയായ ഒരു കുട്ടീനെ ഇട്ടുകാണ് നിങ്ങളെല്ലാവരും കൂടി ഒടുക്ക പോയത്, നിങ്ങളെ മറ്റോളൊടുക്കല്ലേ? ഉമ്മ നിങ്ങൾ എന്ത് പറയുന്നത്? ആ എനിക്കൊന്ന് രണ്ട് വർത്താനം പറയാൻ തന്നെ ഞാൻ വിളിച്ചത്. അവിടേക്ക് ഞാനങ്ങോട്ട് വരാം. അതെ, നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഓരോ പൊട്ടത്തരങ്ങൾ ഇങ്ങനെയൊക്കെ ഓൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആരേക്കാരതിൻ്റെ ഉത്തരവാദി? ഇവിടെ നിന്നാണ്ട് പോരുമ്പോൾ സൗദ ഗർഭിണല്ലേനല്ലോ, അവിടുന്ന് ഉണ്ടായതില്ല ഇപ്പോൾ അത്. അപ്പോൾ നിങ്ങളോളെ നോക്കണ്ടേ? നിങ്ങൾ എന്ത് പണിയാണ് ചെയ്തത്? അവിടെ നിൽക്കി, ഞാൻ അങ്ങോട്ട് വരാം. ബിരിയാണിയും പായസവും കഴിക്കുകയാണ് സൗദ നല്ല രീതിയിൽ. ഒരു നിമിഷം നവാസിന് എന്ത് പറയണമെന്നായിപ്പോയി. എന്നാൽ നവാസ് നേരെ ഫോൺ അവളുടെ അരികിൽ കൊടുത്തു. ഹലോ, ഞാൻ അങ്ങോട്ട് വരാം, ഒന്ന് രണ്ട് വർത്താനം പറയാണ്ട്. എന്ത് കാട്ടിക്കൂട്ടില്ല ഒരു കാട്ടിക്കൂട്ടിയത്? ഇനിയമ്മ വരുമൊന്നും വേണ്ട, അത് ഒരു ഫുഡും ഇതൊക്കെ കൊടുന്നിക്കണം എനിക്ക്. എൻ്റെ ഫുഡും ഇത് എനിക്കത് കിട്ടിയപ്പോഴാണ് മറന്നൂലേ ഇജ്? ഇത് വരെയും പട്ടിണി എടുക്കല്ലേ ഇജ് ഇവിടെ? എനിക്ക് ആരെങ്കിലും തുള്ളി വെള്ളം തരാൻ അവിടെ ഉണ്ടേനോ? എന്തൊരു കാട്ടിക്കൂട്ടില്ല അത്. നവാസ് ഇത്ര ഒരു മൊയന്തനായി പോയല്ലോ, ഓനും ഓലെ പിന്നാലെ പോയല്ലോ. അങ്ങനെ കാട്ടാൻ പാടുണ്ടോ? വല്ലാത്തൊരു പുതുമ തന്നെ. ഇനി ഒന്നും പറയണ്ടമ്മ, കാരണം ഞാൻ ഇവിടെ ഫുഡ് കഴിക്കണം, ബിരിയാണി പായസമൊക്കെ കൊടുത്തയച്ചേക്കണം എനിക്കുള്ളത്. നിങ്ങൾ വരണ്ട. ആ അന്നെ പറഞ്ഞാൽ മതി അതിനൊക്കെ. എന്നാൽ ആ നിമിഷം തന്നെ അതാ അവിടുത്തെ ഉമ്മ കരുതുന്നു, രണ്ടെണ്ണം പോയി ചീത്ത പറയണ പോലെ, അല്ലാതെ ശരിയാവില്ല. ഒരു കാട്ടിക്കൂട്ടുന്ന പരിപാടിയൊക്കെ ഇപ്പോൾ എന്താണ്? നേരെ അതാ ഓട്ടോറിക്ഷ വിളിക്കുന്നു. ഏറ്റവും ചെറിയ മോളെയും കൂട്ടിക്കാണ്ട് അതാ ഓട്ടോയിൽ അവർ വരുന്നു. അരമണിക്കൂറിന് ശേഷം ഒരു ഓട്ടോയുടെ ശബ്ദം അതാ പുത്തൻവീട് തറവാടിൻ്റെ മുറ്റത്ത് കേൾക്കുന്നു. ഉമ്മ, അല്ലാ ആരാന്നാവും റബ്ബേ, ഓട്ടോറിക്ഷയിലൊക്കെ വരുന്നുണ്ടല്ലോ. മോനെ ഷാമോനെ. ആ ഉമ്മ. ആ ഇത് സൗദത്തിയുടെ ഉമ്മയാണല്ലോ. ആ ഉമ്മ കയറി വരി. ദേഷ്യത്തോടെയാണ് അവർ വന്നത്. ഞാൻ അവിടെ കയറാനും ഇരിക്കാനും വരില്ല.
ഒന്ന് രണ്ട് വർത്താനം പറയാൻ വരികയാണ് ഞാൻ. എന്തോ ഉമ്മ നിങ്ങൾ അവിടുന്ന് സംസാരിക്കും, നിങ്ങളുടെ കയറിയിരിക്കുമ്മ. ഷമ്മാസ് സ്നേഹത്തോടെ അവരെ വിളിച്ചു. ഞാൻ നിങ്ങളെ സൽക്കാരത്തിന് വന്നതല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ അറിയാണ്ട്. എന്തോ ഉമ്മ? ഉമ്മ, നവാസ്ക, നവാസ്ക, ഇതോ നിങ്ങളുടെ ഉമ്മ വന്നിരിക്കുന്നു. നവാസ്ക. അങ്ങനെ അതാ അവർ അകത്തേക്ക് കയറിയില്ല, അവിടെ പുറത്തു തന്നെ നിന്നു. ഉമ്മ, അവരുടെ ഉമ്മ കയറുന്നില്ലല്ലോ. ഐഷമ്മ അതാ സിറ്റ് ഔട്ടിലേക്ക് കയറി വന്ന്. പൊന്നാര് താത്ത അങ്ങോട്ട് കയറിക്കാളി, എന്ത് നിങ്ങൾ അവിടുന്ന് ഓരോന്ന് പറയണത്, ഇങ്ങോട്ട് കയറിയിരിക്കി. എന്താ അപ്പോൾ പുത്തൻവീട് തറവാട്ടിലേക്ക് വന്നിട്ട് ആരും പുറത്തുനിന്ന് സംസാരിക്കാമല്ലോ, വരി ഇങ്ങോട്ട് ഇരിക്കി. അത് ശരിയല്ലല്ലോ, അങ്ങോട്ട് വരി. ഞാൻ നിങ്ങളെ സൽക്കാരത്തിന് സ്വീകരിക്കാനും പുത്തൻവീട് തറവാട് കണ്ടിട്ടും വന്നതല്ല, എനിക്ക് ചില കാര്യങ്ങൾ അറിയാണ്ട്. എന്ത് കാര്യം? എന്ത് കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ കാട്ടിയത് ശരിയാണോ? നിങ്ങളൊരു ഉമ്മയല്ല ഒന്നുമില്ലെങ്കിൽ, ഇങ്ങൾക്കും ഇല്ല പെമ്മക്കളും ആമക്കളൊക്കെ. നിങ്ങളാണെങ്കിൽ ഇട്ട് പോവുമോ? ഗർഭിണിയായ ഒരു പെണ്ണിനെ നിങ്ങൾ ഇട്ട് എത്ര മണിക്ക് പോയതാ നിങ്ങൾ? ഇപ്പോലും ഇങ്ങോട്ട് നിങ്ങൾ വന്നത് കയറുന്നില്ലല്ലോ. ഞാൻ ഇതൊക്കെ അറിയില്ല നിങ്ങൾ വിചാരിച്ചത്? അത് എൻ്റെ മോളാണ്. എൻ്റെ മോളാവുമ്പോൾ ഞാൻ പറഞ്ഞ രീതിക്ക് നിൽക്കാൻ പാടുള്ളൂ. അല്ലാതെ ഇന്നോടൊരു വാക്കുകൾ പറഞ്ഞ് ഞാൻ വന്ന് കൊണ്ടുപോകില്ലേ ഓള? ഞാൻ ഓളെ കൊണ്ടാകാൻ തന്നെയാണ് വന്നത്. ഇനി ഇവിടെ നിർത്തുന്നില്ല, മതി ഇവിടെ നിർത്തിയത്. ഒരു നിമിഷം ഉമ്മ, അത് താത്ത നിങ്ങൾ എന്തേ പറയണത്? പെട്ടെന്ന് നവാസ് അങ്ങോട്ട് ഇറങ്ങി വന്നു. ആ ഉമ്മ അങ്ങോട്ട് കയറിയിരിക്കുക, എന്താ അവിടെ സംസാരിക്കണേ? എൻ്റെ പൊന്നാര മരുവനെ, നിങ്ങളെ കിന്നാരം കേൾക്കാൻ ഞാൻ നിൽക്കല്ല. എൻ്റെ മോളോട് നിങ്ങൾ ചെയ്തത് പറ്റ മോശത്തരാണ്. അങ്ങനെ ചെയ്യാൻ പാടുണ്ട്? ഗർഭിണിയായ 6 മാസമായ ഒരു പെണ്ണിനെ ഇട്ടുകാണ് നിങ്ങളെല്ലാവരും കൂടി പേരടക്കി പോയിക്കണത്. ഒരു കുട്ടീനെ ഇവിടെ നിർത്തിയോ? പെട്ടെന്ന് നവാസ് പറഞ്ഞു. അവളെ വിളിച്ചല്ലോ, അവൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റ് യാത്രയ്ക്ക് എത്രയോ ദൂരം കഴിഞ്ഞ് വന്നതാണ്. ഇപ്പം പിടിച്ച് അവൾക്കെന്താ ഒരു അസുഖം? അവൾക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. പിന്നെ ഷാമോൻ്റെ കാറ് എന്ന് വെച്ചാൽ നല്ല അടിപൊളി സെറ്റപ്പ്, ഒരു കുലുക്കല്ലാത്ത വണ്ടിയാണ്. അപ്പോൾ അതിൽ കയറി ഇരുന്നാലും മതി, പെട്ടെന്ന് എത്തും ചെയ്യും, കൂടുതൽ യാത്രയില്ല. ഇവിടുന്ന് കുറച്ചല്ലേ ഉള്ളൂ. അതിനവൾ വന്നില്ല, വാശി പിടിച്ചു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നവാസേ, ഇത്ര ഇങ്ങനത്തെ ഒരാളായി പോയല്ലോ. അന്നെ വിശ്വസിച്ചാണ് എൻ്റെ മോളെ ഏൽപ്പിച്ചെന്നത്. ഇപ്പം ഇജ്ജു ഓളെ വിട്ടു പോലൊടുങ്ങില്ലേ? നവാസ് എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം പകച്ചുപോയി. പഠിച്ചോനെ എന്ത് കണ്ണി കണ്ട പെണ്ണുങ്ങളോടക്ക് സൽക്കാരത്തിന് നടക്കാൻ നിങ്ങൾക്ക് തിരക്കടില്ല. കെട്ടിയ പെണ്ണിനെ നോക്കാൻ ആദ്യം പഠിച്ചണം, അല്ലാതെ വേറുള്ളവരോടക്ക് പോലല്ല. പെട്ടെന്ന് സൗദ അങ്ങോട്ട് ഇറങ്ങി വന്നു. ഉമ്മ അതൊന്നും പറയണ്ട, ഒരു ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് നിൽക്കണം, ഞാൻ പോകാറ്റുന്നേന്. ജിഡി അന്നെ പറഞ്ഞാൽ മതി അതിനൊക്കെ. ഇറങ്ങടി ഇങ്ങോട്ട് ഇറങ്ങ്, അവിടെ നിൽക്കണ്ടേ ഇങ്ങോട്ട് പോന്നാ. ഇവിടെ നിന്നാലുള്ള പണി മുഴുവനും എടുത്തിട്ട് എൻ്റെ കയ്യും കാലും കേടല്ലോ. ആ കുട്ടികളെ നോക്കുന്നത് തന്നെക്കാരം എൻ്റെ പണി. ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്ന അടുക്കളൊക്കെ എടുത്തിട്ട് ഓട്ടോറിക്ഷക്കാരൻ അവിടെ പുറത്ത് നിർത്തിയിട്ടേക്കാണ്. ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്ന. സൗദിയുടെ ഉമ്മയുടെ ആ അഹങ്കാരം അത് ശരിക്കും പുത്തൻവീട് തറവാട്ടുകാരെ ഞെട്ടിച്ചു. എന്നാൽ ഉമ്മ പറഞ്ഞു, എന്താ താത്ത നിങ്ങളിങ്ങനെ? നമുക്ക് 1-2 ആഴ്ച കൂടെ കഴിഞ്ഞാൽ നല്ല മട്ടത്തിനുള്ള പ്രസവത്തിന് കൊണ്ടുപോകേണ്ടതല്ലേ? ആ ഒരു വിചാരം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്കുണ്ടോ ഇത്? ഒന്നുമില്ല, ഞങ്ങളൊരു തള്ളല്ലേ? തള്ളാർ വരെ ഇങ്ങനെ കാട്ടിക്കൂട്ടിയാൽ നിങ്ങൾ എന്തേ പറയണത്? ഞങ്ങളവളെ വിളിച്ചതാണ്, ഓള് വരാഞ്ഞപ്പോൾ എന്താ പിടിച്ച് വലിച്ച് കൊണ്ടാകാൻ കഴിയും? എത്രയേ വിളിച്ച് വാശിക്കൊള്ളുന്നതാണ് വന്നേലോള്. വാശിക്ക് അങ്ങനെ നിങ്ങൾ പോകാൻ പാടില്ലല്ലോ. തള്ളാരിവിടെ പെരയിൽ അടങ്ങി ഒതുങ്ങി നിൽക്കുകയാണ് വേണ്ടിയത്. അല്ലാതൊരിക്കലും ഇതിങ്ങനെ മക്കളപ്പം തണ്ടലല്ല പണി. ഇത് സൽക്കാരത്തിനും കല്യാണത്തിനും നിക്കാഹിനും അതിനും ഇതിനും ഇങ്ങനെ തെണ്ടിയെടുക്കുക. ഇതൊരു ഗർഭിണിയായ ഒരു മരുമകൾ പെരയിലുണ്ടെങ്കിൽ തള്ളാർക്ക് കുറച്ച് വേദനമാണ് ഓലെക്കുറിച്ച്. അല്ലാതെ ഒരിക്കൽ പോലും ഓല വയറ്റിലാണ് പോലല്ല. നിങ്ങൾക്ക് ഇത്രയും ഒരു ബുദ്ധി ഇല്ലാതായി പോയല്ലോ. എന്നാൽ ഉമ്മയെ ആ താത്ത ചീത്ത പറയുന്നത് ഷമ്മാസിന് ഒരിക്കലും സഹിച്ചില്ല. അവൻ്റെ ഹൃദയത്തിലാണത് കൊണ്ടത്. അതെ ഐഷുമ്മ, എൻ്റെ ഉമ്മയാണ് ചീത്ത പറഞ്ഞു. റബ്ബേ, എൻ്റെ ഉമ്മ എല്ലാവർക്കും നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പെട്ടെന്ന് ഷമ്മാസ് അങ്ങോട്ട്, എന്താ താത്ത വീട്ടിൽ കയറി വന്നിട്ട് ഇങ്ങനെ അനാവശ്യമായി സംസാരിക്കാൻ പാടുണ്ടോ? ഞങ്ങൾ നിങ്ങളൊരു ഉമ്മയുടെ സ്ഥാനത്താണ് കാണുന്നത്. പക്ഷേ എൻ്റെ ഉമ്മാനെ എത്രമാത്രം വേദനിപ്പിക്കുക. എൻ്റെ ഉമ്മ എന്ത് തെറ്റാ ചെയ്തത്? ഒന്ന് ആലോചിച്ച് നോക്കി. എന്ത് തെറ്റ് ചെയ്തിട്ട് നിങ്ങൾ എൻ്റെ ഉമ്മാനെ അങ്ങനെ ചീത്ത പറഞ്ഞത്? ഞങ്ങളെ പറഞ്ഞോളി, പക്ഷേ ഞങ്ങൾ ഉമ്മാനെ പറയണത് ഞങ്ങൾക്ക് സഹിക്കൂല കേട്ടോ. ഷമ്മാസ് നിറ കണ്ണുകളോടെയാണ് അത് പറഞ്ഞത്. എന്നാൽ ഐഷുമ്മയെ ആ രീതിയിൽ നിങ്ങളൊരു തള്ളയാണോ എന്നൊക്കെ ചോദിച്ച് ചീത്ത പറഞ്ഞപ്പോൾ ഐഷുമ്മയുടെ മനസ്സും വല്ലാതെ വേദനിച്ചു.
ഒരു നിമിഷം ഐഷുമ്മ വിചാരിച്ചു പോയി, റബ്ബേ നമ്മൾ കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ആയിരിക്കില്ലേ ഫലം. മക്കളായാലും മരുക്കളായാലും പാകത്തിനെ പറ്റുള്ളൂ, കണക്കിലേറായാലേ ഒരു തിരിഞ്ഞു കൊത്തും. അല്ല ഇപ്പം സൗദന എത്ര ഞങ്ങൾ വിളിച്ചതാണ്, ഓള് വന്നില്ലല്ലോ. ഓ, സമീറാനെ ഒഴിവാക്കാനൊന്നും പറ്റൂല, ഓൾ എനിക്ക് അത്രക്കും ഉപകാരം ചെയ്തതാണ്. ഉമ്മ വിതുമ്പിക്കൊണ്ട് ഉമ്മയുടെ റൂമിലേക്ക് പോകുന്ന ഒരു ഷമ്മാസ് കണ്ടു. ഉമ്മ, എൻ്റെ ഉമ്മ കരയാൻ പാടില്ല കേട്ടോ. എൻ്റെ ഉമ്മ കരഞ്ഞ ഞങ്ങളൊക്കെ തോറ്റുപോയെന്ന് അതിൻ്റെ അർത്ഥം. ഉമ്മ കരയരുത്, ഉമ്മാൻ്റെ കണ്ണീരങ്ങ് കാണാൻ കഴിയില്ല ഉമ്മ. ഹേയ്, എൻ്റെ ഉമ്മ കരഞ്ഞാൽ പിന്നെ പുത്തൻ വീടിൻ്റെ ഒരു ഐശ്വര്യം എന്താ? എൻ്റെ ഉമ്മ ധൈര്യത്തിൽ നിൽക്കണം, അതാണ് ആഗ്രഹിക്കണത്. എന്നാൽ ഈ സമയം നവാസ് അതാ സൗദിയോട് പറഞ്ഞു, സൗദ, നീയാണ് ഇതിൻ്റെ എല്ലാത്തിനും താക്കോല്. ഞങ്ങൾ ഉമ്മയെ നീ കരയിപ്പിച്ച് കളഞ്ഞല്ല, നിൻ്റെ ഉമ്മയെ കൊണ്ട് ചീത്ത പറയിപ്പിച്ചിട്ടില്ലേ? എന്തിനായിരുന്നടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഞാനൊന്നല്ല, പിന്നെ ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ നീ അറിയിച്ചിട്ടല്ലേ നിൻ്റെ ഉമ്മ ഇങ്ങോട്ട് ഇളകി വന്നത്. എന്താണ് നീ ഇങ്ങനെ ഇത്രയധികം മോശമായി? നിന്നെ അത്രയധികം ഉമ്മ സ്നേഹിച്ച് ആ ഒരു ഇല്ലായ്മയിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന് ഇത്ര സൗകര്യങ്ങളും സുഖങ്ങളും ഗൾഫ് ജീവിതമൊക്കെ ആയപ്പോൾ നീ എല്ലാം അങ്ങ് മറന്നുല്ലേ പഠിച്ചോനെ? മറന്നുല്ലേ? എന്തിനാടി ഇങ്ങനെയൊക്കെ? ഞാനൊന്നല്ല, പിന്നെ ഇങ്ങനെ നിൻ്റെ ഉമ്മ പറയാൻ ഇറങ്ങി പോരുന്നുണ്ടോ സൗദയ്യേ? ഈ ഇവിടെ നിൽക്കന്നെ വേണ്ട. അതെ, തള്ളക്ക് അഹങ്കാരത്തിൻ്റെ കേട് നല്ലോണമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, നല്ല പണക്കാരനായ മരുമകൻ നവാസിനെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നവാസിൻ്റെ കയ്യിൽ നിന്ന് എമ്പാടും ക്യാഷ് കിട്ടും. ഇവിടെ നിന്ന് കഷ്ടപ്പെടേണ്ട, പണിയെടുക്കേണ്ട എന്നൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. ഇപ്പം തന്നെ ഇറങ്ങിക്കോ, പുത്തൻ വീട് തറവാട് പേര് കേട്ടാലും മതി. എന്താന്നില്ലേ ഓല് വിചാരം ഓല് വലിയ പൈസക്കാർ അഹങ്കാരികളാണെന്നാ. എന്നാൽ എൻ്റെ കുട്ടിനോട് നിങ്ങൾ കാട്ടി ചതി ഞാൻ ഒരിക്കലും മറക്കില്ല. കേസ് ഞാൻ കൊടുക്കും നിങ്ങളെ ഈ തറവാടിൻ്റെ പേരിൽ. കേസ് കൊടുത്തിട്ട് എല്ലാത്തിനെയും പൂട്ടിച്ച് നോക്കിക്കോളി, നിങ്ങൾ വലിയ ആൾക്കാർ. അതെ, വീണ്ടും അവിടെ സംസാരം മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുമില്ല, തള്ളക്കൊന്ന് ആലോചിച്ചൂടെ? ഇത്രയും മക്കളും മരുക്കളും ഇതൊക്കെ ഉണ്ട്, എന്നാലും ഇപ്പം ഇങ്ങനെ കാട്ടാൻ പാടുണ്ടോ? വല്ലാത്തൊരു ചതിയായിപ്പോയി. ഉറക്കെ പറയുന്നു അവർ ഓരോന്ന്. പെട്ടെന്ന് ഷമ്മാസ് അങ്ങോട്ട് കടന്നു വന്നു. അതെ, വീടിന് മുമ്പിലൊന്നും നിങ്ങളൊന്നും ശബ്ദം ഉണ്ടാക്കില്ലേ, അകത്ത് കയറി പറഞ്ഞോളേ. പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇവിടെ തന്നെ പറയും, നാട്ടുകാർ കേൾക്കട്ടെ നിങ്ങളെ പൊലിമ, നിങ്ങളത്ത് അറവാടിൻ്റെ പൊലിമ. സൗദിയുടെ ഉമ്മ ശരിക്കും ഇളകി നല്ല രീതിയിൽ ചീത്ത പറയുകയാണ്. ആ നിമിഷം ഐഷമ്മ പറഞ്ഞു, മോനെ ഒന്നും മിണ്ടണ്ട. അതെ, രണ്ട് കൈയും കൂട്ടിയടിക്കുമ്പോഴല്ലേ ഒച്ച ഉണ്ടാവുള്ളൂ. നമ്മൾ ക്ഷമിക്കുക. പഠിച്ചോ നമ്മളെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഓരോ പരീക്ഷണങ്ങൾ തന്നതായിരിക്കും, സാരമില്ല മോനെ. ഉമ്മ, എന്നാലും ഞങ്ങൾ ഉമ്മയെ വേദനിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഉമ്മ. എന്നാൽ സൗദിയുടെ ഉമ്മ അല്പം വാശിയിൽ തന്നെയായിരുന്നു. ഇറങ്ങി വാടി സൗദ, എന്താ എനിക്ക് ഇവിടെ പറ്റിപ്പിടിച്ച് നിന്നിട്ട് വലിയ കാര്യം, ഇങ്ങോട്ട് പോരുജേ എന്ന് പറഞ്ഞ് അവരും സൗദയെ കാത്തിരിക്കുകയാണ്. സൗദ വീട്ടിലേക്ക് പോകുമോ അതോ പുത്തൻ വീട് തറവാട്ടിൽ നിൽക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.